മ്യൂട്ടാണ് അല്ലല്ലോ. ധനേഷ് ഡോക്ടർ നന്നായി വിശദമായി തന്നെ മുണ്ടിനീരിനെ കുറിച്ച്, അസുഖത്തിനെ കുറിച്ചും അതിന് ഡോക്ടർ സെലക്ട് ചെയ്യുന്ന മരുന്നുകളെ കുറിച്ചും എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ഇനി എന്തായാലും കൂടുതൽ അറിവുകൾ ഓരോ ഡോക്ടേഴ്സും ഉപയോഗിക്കുന്ന മെഡിസിനുകളെ കുറിച്ചും സുഖപ്പെടുത്തിയ കേസുകളെ കുറിച്ചും എന്തെങ്കിലും അതിന്റെ കോംപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം എല്ലാ ഡോക്ടേഴ്സും സജീവമായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കണം. ആർക്ക് പറയാനുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഓരോരുത്തരായിട്ട് വിളിക്കാം. ഹ്യൂബർട്ട് ഡോക്ടർ എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഹ്യൂബർട്ട് ഡോക്ടറെ ക്ഷണിക്കും. മ്യൂട്ടാണ് ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യണേ. ഹ്യൂബർട്ട് ഡോക്ടറെ അൺമ്യൂട്ട്. കേൾക്കാമല്ലോ. ഓ, കേൾക്കാം. ധനേഷ് ഡോക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറഞ്ഞു തീർന്നതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പൾസാറ്റിലെ തന്നെയാണ്. പൾസാറ്റിലെയും ബെൽഡോണയും വളരെയേറെ എഫക്റ്റീവായിട്ട് തോന്നും. പൾസാറ്റിലെ നമ്മൾ ഹയർ പൊട്ടൻസീസ് ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് വളരെ ഹയർ പൊട്ടൻസി എനിക്ക് തോന്നുന്നത്. വണ്ണമൊക്കെ നമ്മൾ ഡെയിലി ഒരു 3-4 പ്രാവശ്യമൊക്കെ വെച്ചൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. കൊടുത്തിരുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു കേസാണ് ബെൽഡോണയും പൾസാറ്റിലെയും. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഫെർഫോസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ സാധാരണയായിട്ട് പഠിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ മറ്റേ ഇതൊക്കെ അറിയാമല്ലോ, നമ്മൾ ഈ നമ്മുടെ മറ്റേ മെയിലിന് ഓർക്കൈറ്റീസും പിന്നെ ഉഫ്രൈറ്റീസ് സ്ത്രീകൾക്ക്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള സീരിയസ് കണ്ടീഷൻസ് ഒന്നും വന്നിട്ടില്ല. സാധാരണ നിലയിൽ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. മാറിത്തീർന്നാൽ പിന്നെ എന്നാലും ഇതൊക്കെ പറയുന്നുണ്ട്, പാങ്ക്രിയാറ്റൈറ്റീസ്, ഡെഫ്നെസ്, പിന്നെ മാസ്റ്റൈറ്റീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം നമ്മളിപ്പോൾ ഡെൻ്റൽ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെൻ്റൽ കംപ്ലയിൻസ് കൂടെ വരുന്ന സമയത്ത് അത് നമുക്ക് പലപ്പോഴും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് നമുക്കൊരു പക്ഷേ കാലിസൾഫ്, കാലിഫോസ് ഇങ്ങനെയുള്ള മെഡിസിൻസും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു. ഇത്രയൊക്കെ തന്നെ പറയാം. വണ്ണം ഉപയോഗിക്കും 200 ഉപയോഗിക്കും. ഞാൻ പിന്നെ 100-200 ഒക്കെ ഒരേ സമയത്ത് കൊടുക്കാറുണ്ട്. ഡെയിലി 2-3 ഡോസ് കൊടുക്കാമല്ലോ. അതൊക്കെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇടവിട്ട്. ഈ പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് ഈ പൾസാറ്റിലെയും ബെൽഡോണയൊക്കെ നമുക്ക് വണ്ണമൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന മെഡിസിൻസാണ്. ആർണിക്കയൊക്കെ. അപ്പോൾ ആർണിക്ക പെയിന് ടൈമിലാണ് നമുക്ക് പെയിൻ റിലീഫിന് വേണ്ടി ആർണിക്കയും മാക്ഫോസും ഒക്കെ കൂടെ അതിനോടൊപ്പം കൊടുക്കാൻ പറ്റും. അത് നല്ല എഫക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ചില കുട്ടികൾക്ക് ഭയങ്കര പെയിനായിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ ചിലപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു സെക്കൻഡറീസ് വന്നിട്ട് പസ് ഫോർമേഷൻ കൂടുതൽ വന്ന് അത് കാലിസൾഫൊക്കെയാണ് അതിന് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, നന്ദി. അടുത്തത് ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമ്പാടി അമ്മയാണ്. അൺമ്യൂട്ട് ചെയ്തില്ല. ഓക്കെ. എനിക്ക് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഈ മംസിന്റെ കേസ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. ഹാർഡ്ലി നോക്കുകയാണെങ്കിൽ ഒരു 3-4 കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാരണം അവർ ഈ MMR ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവർക്ക് മിക്കവാറും കുട്ടികൾക്ക് മംസ് വരാറില്ല. പക്ഷെ എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാല് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇതില് ഈ ഒളിഗോസ്പെർമിയവും നെക്രോസ്പെർമിയും ഒക്കെ വരുമ്പോൾ അവരുടെ കേസ് ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് ഹിസ്റ്ററി ഓഫ് ഈ മംസ് വന്നതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മെറ്റാസ്റ്റസിസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കാം. പിന്നെ ഒരു മിനിറ്റ്, അതിനനുസരിച്ചുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് സാധാരണ പരോട്ടൈഡിനും വണ്ണം ആണ് കൊടുക്കുന്നത് ഈ മംസിന്റെ ആഫ്റ്റർ എഫക്റ്റ് പോകാനായിട്ട്. പിന്നെ പൾസാറ്റില, പിന്നെ എബ്രോട്ടാനം, അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കാം. പിന്നെ ഇപ്പൊ ധനേഷ് പറഞ്ഞു ഇങ്ങനെ വായിന്ന് വെള്ളം വരുന്ന ഇത് വരും, ഇങ്ങനെ ഭയങ്കര പ്രൊഫ്യൂസ് സലൈവേഷൻ ആണെന്ന് പറഞ്ഞു, ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് മെക്സോളിനെക്കാട്ടിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ട്രൈഫോളിയം. അത് വളരെ നല്ല ഇതാണ് ട്രൈഫോളിയം പേറ്റൻസ്.
അത് നമുക്ക് പ്രിവെന്റീവ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അത് പെരോട്ടിയുടെ ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ അവിടെ ഒരാൾക്കോ രണ്ടാൾക്കോ അത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ട്രൈഫോളിയം ആയിരിക്കും അവിടെ ഇത്തിരി കൂടി പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇങ്ങനെ മെറ്റാസ്റ്റസിസ് വരുമ്പോൾ നമുക്ക് ഇത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മംസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. ചോദിച്ചിട്ട് നമ്മൾ അതിനുള്ള മെഡിസിൻ എന്തായാലും കൊടുക്കും. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവരൊക്കെ പെട്ടും ഇതൊക്കെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, പണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പോഴൊന്നും അടുത്ത കാലത്തൊന്നും ഈ കേസ് കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ 3-4 കൊല്ലമായിട്ട് ഒറ്റ കേസ് വന്നിട്ടില്ല. അതിനു മുമ്പ് ഒരു 2, 3, 4 കേസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അവർക്ക് ആദ്യം ഞാൻ കൊടുക്കുന്നത് സൂച കൊടുക്കും. സൂച 10 2 ഡോസ് കൊടുക്കും. അവര് MMR എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അറ്റ്ലീസ്റ്റ് അത് ഉപയോഗപ്രദമായില്ല. അതിന്റെ വാക്സിനേഷന്റെ ഇഫക്റ്റെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂച കൊടുത്തിട്ട് ഞാൻ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കാറുള്ളൂ സാധാരണ. പിന്നെ ഞാൻ അത് നോക്കുമ്പോൾ റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ കൊടുക്കുന്നത്. മിക്കവാറും ബോത്ത് സൈഡ്സ് വരാറുമില്ല. അങ്ങനെ അഥവാ വരികയാണെങ്കിൽ തന്നെ വന്നേക്കുന്നത് ഏതെങ്കിലും ഒരു വശത്തേ ഉണ്ടാവാറുള്ളൂ. ഈ MMR ഒക്കെ എടുക്കുന്നതുകൊണ്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ സപ്രഷൻ വന്നിട്ടുണ്ടാവും. എന്തായാലും അതിനനുസരിച്ചാണ് ഞാൻ മെഡിസിൻ കൊടുക്കാറ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ചാൻസ്. ഓക്കെ, നന്ദി. തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി. തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇനി ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, പറഞ്ഞു. ഡോക്ടർ, ഇവരെ അമ്പാടി ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഈ അടുത്ത കാലത്തൊന്നും മംസ് അധികം വന്നിട്ടില്ല. പക്ഷെ ഒരു കാലത്ത് ശരിക്കും മംസൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചികിത്സിച്ചിരിക്കുന്നു. അത് ഈ മംസ് നമ്മൾ ചികിത്സിക്കുമ്പോ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് അക്കോണൈറ്റിലേ തുടങ്ങാവുള്ളൂ. അക്കോണൈറ്റ് ഒരു 200 പൊട്ടൻസി അല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ഫ്രീക്വന്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അക്കോണൈറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ടെമ്പറേച്ചറും അതും ഒക്കെ കുറച്ച് സബ്സൈഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെല്ലാം അങ്ങ് കുറയും. പക്ഷെ പിന്നെയും ഈ സ്വെല്ലിങ് ഇടതുവശത്ത് വരും ആദ്യം, ഇല്ലെങ്കിൽ വലതുവശത്ത് വരും ആദ്യം, അങ്ങനെ ആയിരിക്കും അത് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ബെലഡോണ സ്റ്റാർട്ട് ചെയ്യണം. അത് ബെലഡോണ ഞാൻ വണ്ണം തന്നെയാണ് കൊടുക്കുന്നത്. വണ്ണം അത് ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഡ്രോപ്പ്, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് അതൊക്കെ പറയും, അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാൻ പറയും. അതിന്റെ കൂട്ടത്തിൽ എപ്പിസ് 30 കൂടെ കൊടുക്കാൻ പറയും. നല്ല റിസൾട്ടാണ്. അത് ആ മരുന്ന് കൊണ്ട് തന്നെ 1 ആഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് അത് കുറയും. പക്ഷേ ചിലത് കുറയത്തില്ല. ചിലത് അത് കല്ലിക്കും. അവിടെ ഒരു കല്ലിച്ച് കിടക്കും. അത് ആ കല്ലിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെഡിസിൻ കാൽക്കേരിയ ഫ്ലൂറാണ്. കാൽക്കേരിയ ഫ്ലൂർ ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ചില കേസുകളിൽ മംസ് കഴിഞ്ഞിട്ട് ഇത് ഹൈപ്പർട്രോഫി ആയിട്ട് വരും. ആ സമയത്ത് നല്ലത് സൾഫറാണ്. സൾഫർ ഒരു ഡോസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് വണ്ണമാണ് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ അത് സബ്സൈഡ് ചെയ്ത് വരും. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ മംസ് കഴിഞ്ഞിട്ട് മാസ്റ്റോഡൈറ്റിസ് വരും. മാസ്റ്റോഡൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ കാപ്സിക്കമാണ്. കാപ്സിക്കം കൊടുക്കണം. പിന്നെ ചില കേസുകളിലൊക്കെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പം ഈ ഫിസ്റ്റുലയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ആകെ ചികിത്സിച്ചിരിക്കുന്ന ഒരൊറ്റ കേസ് മാത്രമേ എനിക്കത് കിട്ടിയിട്ടുള്ളൂ, ഫിസ്റ്റുല ഫോം ചെയ്തതായിട്ട്. അതിനും പറയുന്ന മെഡിസിൻ കാൽക്കേരിയ കാർബാണ് പറയുന്നത്. അത് പതക്കിന്റെ റെപ്പർട്ടറിയിലാണ് നമുക്ക് തപ്പിയാൽ കാണാവുന്നത്. പതക്കിന്റെ റെപ്പർട്ടറിയാണ് ആ മെഡിസിൻ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് സിംറ്റംസ്, ഈ മെറ്റാസ്റ്റസിസ്
അത് ഞാൻ ധാരാളം ചികിത്സിച്ചിട്ടുണ്ടത്. അത് ഈ ടെസ്റ്റിക്കിളിലേക്കൊക്കെ വരുവാണെങ്കിൽ, ടെസ്റ്റിസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പൾസാറ്റില 10 ഞാൻ കൊടുക്കും, മെറ്റാസിസ് ഉണ്ടാവാതിരിക്കാൻ. അതായത് ഇല്ലെങ്കിൽ അത് ഇടത്ത വശത്ത ഉണ്ടാകുന്നെങ്കിൽ അത് വലത്തുവശത്തേക്ക് വരും. ചിലപ്പം അത് സ്ത്രീകളിലാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഓവറിയിലേക്ക് വരാം. പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ ടെസ്റ്റിസിലേക്ക് വരാം. അതിനൊക്കെ നല്ലത് പൾസാറ്റില 10 ഒരു ഡോസ് കൊടുക്കുക. ഹൈ ഇഫക്റ്റ് ആണ്. ഒരു പ്രയാസവും ഇല്ല മംസ് ചികിത്സിക്കാൻ എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരൊറ്റ കേസ് പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് മംസൊന്നും ഒരു സബ്ജക്റ്റ് അല്ല വാസ്തവത്തിൽ. അതെ, വേറെ ധാരാളം സബ്ജക്റ്റ് കിടക്കുന്നു, മംസൊന്നും ഒരു സബ്ജക്റ്റേ അല്ല. ചിലപ്പോ ഈ മീസിൽസ് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഈ വരാറുണ്ട്, ഈ മംസായിട്ട് വരാറുണ്ട്. അപ്പോഴും നമ്മൾ സിംറ്റംസ് നോക്കി തന്നെ കൊടുക്കും. മീസിൽസ് ആഫ്റ്റർ വരാറുണ്ട്, അതും പൾസാറ്റിൽ തന്നെയാണ് അതിന്റെ ബെസ്റ്റ് മെഡിസിൻ. ഇതൊക്കെ തന്നെ ഉള്ളൂ സാധാരണ മംസിന്റെ ചികിത്സ. സൾഫറിന്റെ ഇൻഡിക്കേഷൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. സൾഫറിന്റെ ഇൻഡിക്കേഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരു ബ്ലോക്കാണ്, ഒരു സോറിക് ബ്ലോക്കാണ് അത്, ആന്റി സോറിക് ഒരു സോറിക് ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ്. അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ട്രീറ്റ്മെന്റ് എന്നല്ല, നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷനിൽ മെഡിസിൻ ഒന്നും ആക്ട് ചെയ്യുന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിനുമാണ് കൊടുത്തത്, എന്നിട്ട് ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ സൾഫർ 1 ഒരു മിനിമം ഡോസ് കൊടുത്തിട്ട് ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരും. ഈ സൾഫറിന്റെ വേറെ ഒരു ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഒരു ആബ്സസ് ഉണ്ടായി വരാൻ പോകുന്നിരിക്കട്ടെ, ഉണ്ടായി ഇങ്ങനെ അത് നമ്മൾ നോക്കുമ്പോ ഒരു കല്ലിപ്പ് പോലെ അവിടെ തോന്നുന്നുവെങ്കിൽ സൾഫർ 10 ഒരു ഡോസ് കൊടുക്കും. അത് പതുക്കെ പതുക്കെ അബ്സോർവ് ചെയ്ത് എവിടെയാ പോയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സൾഫർ 10. സൾഫറിന്റെ വേറെ ഒരു ഇനം ഞാൻ പറയാം. അതായത് ഈ സൾഫർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഫോം ചെയ്യുന്നത് മുഴുവനായിട്ട് പോയില്ലെങ്കിൽ സിലീഷ്യ 10 ഒരു ഡോസ് കൊടുക്കും. സിലീഷ്യ 10 കൊടുത്താലും സൾഫർ കഴിഞ്ഞിട്ട് സിലീഷ്യ 10 കൊടുക്കുകയാണെങ്കിലും ഈ ആബ്സസ് അബോർട്ട് ചെയ്ത് പോകും. അഥവാ അങ്ങനെ ഉണ്ടായി വന്ന് ഒന്നും സംഭവിക്കുന്നില്ല, അലിഞ്ഞു പോകുന്നില്ല എങ്കിൽ ഒരാഴ്ച 1.5 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇത് കൂമ്പി വരും. ഇത് കൂമ്പി വന്ന് ഒരു മൊട്ട് പോലെ ആയിത്തീരും. മൊട്ട് പോലെ ആയിത്തീർന്നു കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ മൈരിസ്റ്റിക്ക ടിഞ്ചർ കൊടുക്കണം. അതിന്റെ കൂട്ടത്തില് സിലീഷ്യ 6X കൂടെ കൊടുത്താൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ചെറിയ ഒരു ആണിയോ എന്തെങ്കിലും അതിനകത്ത് കാണും. അത് നമ്മൾ ഞെക്കി കളഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. താനെ ആ ആബ്സസ് അങ്ങ് പോകും. അതാണ് ഈ സൾഫർ കൊടുത്തു കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് പോയില്ല എങ്കിൽ സിലീഷ്യ കൊടുക്കണം. പിന്നെ ഞാൻ സൾഫറിന്റെ ഒരു സിംറ്റം പറയാം. നമ്മുടെ ഈ കൈയുടെ ടെൻഡനടിയിലെ ഒരു മുഴ പോലെ വരത്തില്ല, അതിന്റെ പേരുണ്ട്, ഞാൻ ആ പേര് പെട്ടെന്ന് മറന്നു. എന്താ, ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞു. അതായത് നമ്മുടെ കൈയുടെ പാമിന്റെ അവിടെ ആ ടെൻഡനടിയില് ഒരു പ്രൊജക്ഷൻ പോലെ വരും. അത് പെയിൻഫുൾ ആയിരിക്കും. അതിന്റെ പേരുണ്ട്, ഞാൻ പേര് പെട്ടെന്ന് മറന്നു. അങ്ങനെയുള്ള അതുണ്ടാകുന്ന അത് നല്ല ഈ സൾഫർ 10 ഒരു ഡോസ് കൊടുക്കുക. പോയില്ലെങ്കിൽ സിലീഷ്യ 10 ഒരു ഡോസ് കൊടുക്കുക. സൾഫർ ഒരു വണ്ടർഫുൾ റെമഡി അല്ലേ. സൾഫർ എന്തുമാത്രം ആക്ഷനാ ഉള്ളത്. ഹരിയൻ സാറേ, ഒരു നിമിഷം. ശോഭന ഡോക്ടർ കുറെ നേരം കൊണ്ട് എന്തോ പറയാനായിട്ട് ഡോക്ടറെ. ഹരിയൻ സാറേ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശോഭന ഡോക്ടറെ ഹരിഹരൻ സാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൈ കാണിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തോ ചെയ്യും. ഹരിഹരൻ സാർ പറഞ്ഞു കഴിയുമ്പോ ശോഭന ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത് കേട്ടാ. അപ്പൊ ഇനി എന്തായാലും ശോഭന ഡോക്ടർക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഹരിഹരൻ സാറിലേക്ക് പോവാം. ശരി, ആയിക്കോട്ടെ. ഇനി അൺമ്യൂട്ട് ചെയ്താ ഡോക്ടറെ.
അൺമ്യൂട്ട് ചെയ്യേ. ശോഭന ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറ്റുന്നില്ലേ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യേ ഡോക്ടറെ. ഇനി സംസാരിക്കേ. വെല്ല് 3x കൊണ്ട് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഫൈറ്റലക്ക ഡെക്ക നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ പിലോകാർപ്പിൻ പ്രിവെന്റീവ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ടെസ്റ്റീസിലോട്ട് അല്ലെങ്കിൽ മമ്മയിലോട്ടോ ഒക്കെ ഇത് പോയി പിന്നെ വ്യാപിക്കുവാണെങ്കിൽ അബ്രോട്ടാനും നല്ലതാണ്. ഓക്കെ. വിച്ച് മെഡിസിൻ ഫോർ ഗാംഗ്ലിയം? അത് വരാം സാറിലേക്ക്. ഞാൻ പറഞ്ഞോട്ടെ ഡോക്ടർ അനിൽകുമാർ ഡോക്ടറെ ഇപ്പൊ വിളിക്കാമേ. അപ്പൊ ശോഭന ഡോക്ടറെ ദയവായിട്ട് അതുപോലെ അതിന് തന്നെ പൾസാറ്റിലേ ഉപയോഗിക്കും. ഇങ്ങനെ മെറ്റാസ്റ്റാസിസ് ചെയ്യുന്നതിന് പൾസാറ്റിലേ ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ ആരെങ്കിലും അല്ലെ വേറൊരാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് തീരുന്നിടം വരെ ദയവായി ഒന്ന് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഡോക്ടറെ വിളിക്കും. ഓക്കെ. അപ്പൊ പറഞ്ഞതിൽ സന്തോഷം. അപ്പൊ ഇനി എന്ത് ചെയ്യും അനിൽകുമാർ ഡോക്ടറുടെ? ഞാൻ ഉണ്ട് പറയാം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെഡിസിന് മെർക്കോർ 6th പൊട്ടൻസി. മെർക്കോർ എന്താണ് ഇൻഡിക്കേഷൻ? അത് ഭയങ്കര ഗ്ലാൻസ് വിങ്ങി വരുന്നതിന് ഭയങ്കര എഫക്റ്റ് ആണ്. അതുപോലെയാണ് ഇപ്പം ശോഭന ഡോക്ടർ പറഞ്ഞ ജോബറാൻഡി പ്രിവെന്റീവ് ആയിട്ടുള്ള ക്യൂർ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ ഇതിന് പറയാത്ത മെഡിസിൻ ഉണ്ട് സിസ്റ്റസ്കാൻ. ഏത്? സിസ്റ്റസ് കനാഡൻസിസ്. ഗ്ലാൻസ് എല്ലാം സ്വെല്ല് ചെയ്ത് വരുമ്പോ ഭയങ്കര എഫക്റ്റ് ആണ്. പിടിച്ചു കെട്ടിയോടെ മാറും. അതൊരു ഗ്ലാൻഡുലാർ റെമഡി ആണല്ലോ. ഗ്ലാൻഡുലാർ റെമഡിയാണ്. സിസ്റ്റസ്കാൻ ഭയങ്കര എഫക്റ്റ് ആണ്. ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാം. 200 നമുക്ക് കൊടുക്കാം. പിടിച്ചു കെട്ടിയോടെ നിൽക്കും. പിന്നെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് പൾസാറ്റിയും കൊടുക്കാം. അത്രയാണ്. മെർക്കോർ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര എഫക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ കേസ് കുറവാണ്. നേരത്തെ ആമ്പാടി ഡോക്ടർ കേസ് ഈ വർഷം ഒരു 2 കേസ് എന്തോ കിട്ടിയിട്ടുണ്ട്. അത്രയാണ്. പ്രിവെന്റീവിന് പ്രസക്തിയില്ല. കാരണം എനിക്ക് തോന്നുന്നു എന്താണെന്ന് നിയമന്മാർ എടുത്തോണ്ടാണോ. പക്ഷെ മീസിൽസ് വരുന്നുണ്ട് ഇപ്പോഴും. മീസിൽസ് ഉണ്ട്. ഉണ്ട്. പക്ഷെ മംസ് അങ്ങനെ വരുന്നില്ല. പിന്നെ മീസിൽസ് മാത്രമല്ല ആനമണ്ണൻ ഒരു സാധനം ജർമ്മൻ മീസിൽസ്. അതും ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടാറുണ്ട്. ജർമ്മൻ മീസിൽസ് അതും കുറവാണ്. പക്ഷെ ഈ മീസിൽസ് ഒരു കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടോ മീസിൽസ് ഇപ്പൊ തീരെ ഇല്ല. ഹരിഹര സാറേ ഇപ്പം വരുന്നതിൽ വേറെ സംഭവമുണ്ട്. ഈ പാരസെറ്റമോൾ കൊടുത്തിട്ട് അലർജിയായിട്ടാണ് മിക്ക കേസും വരുന്നത്. അത് മീസിൽസ് പറഞ്ഞിട്ടാണ് എടുത്തോണ്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യകാലത്ത് ചികിത്സിച്ചുകൊണ്ടിരുമ്പം ഈ തക്കാളിപ്പനി എന്നും പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ ഈ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അത് മീസിൽസിന്റെ ഒരു വകഭേദമാണെന്നാ എനിക്ക് തോന്നുന്നു. വകഭേദമാണ്. പക്ഷേ മെഡിസിൻ ഭയങ്കര എഫക്റ്റീവ് ആണ്. അത് ഡോക്ടറെ വളരെ അതായത് നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാതെ എന്താണെന്നറിയാമോ? വളരെ സിമ്പിൾ. ഒരു 3 അവർ വെറുതെ കലാമിൻ ലോഷനൊക്കെ ഒഴിച്ചിട്ട് വരും, തേച്ചിട്ടൊക്കെ വരും. അതെ, അത് ഈസി ആയിട്ട് ചികിത്സിക്കാം. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ മീസിൽസിന്റെ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. ഇല്ല കോംപ്ലിക്കേഷൻ നമ്മുടെ സൾഫർ റെസ്റ്റോക്സിൻ മാത്രം മതി ക്യൂർ ചെയ്യാൻ പറ്റും. അത് മീസിൽസിന്റെ കോംപ്ലിക്കേഷൻ വന്നാ ഉണ്ടല്ലോ, ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ടപ്പെന്ന് ന്യൂമോണിയ അടിക്കും. ബ്രോങ്കോ ന്യൂമോണിയ വരാം. അതെ. പിന്നെ മാൽ ട്രീറ്റഡ് ആണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയും വരാം. നമ്മുടെ കുട്ടികൾ കൗണ്ട് എല്ലാം കുറഞ്ഞു പോവാം. പിന്നെ പക്ഷെ അതെന്തൊക്കെയായാലും കുറഞ്ഞത് നന്നായി എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും വാക്സിൻ എടുക്കുന്നതിന്റെ ഒരു എഫക്ട് കൊണ്ടാണ് മംസ് മീസൽസ് ഒക്കെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് അംഗീകരിച്ചേ പറ്റും. അല്ല, നമ്മള് ഒത്തിരി അംഗീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് വാക്സിനേഷനില്. അതായത് ഞാന് പറയാം, ഈ പോളിയോ ഒരു കാലഘട്ടത്തില് ഒത്തിരി പേര് പോളിയോ വിക്ടിംസ് ആയിരുന്നു. എന്റെ ഫാദർ അതിനൊക്കെ സംഭവിച്ചു. പക്ഷെ ഇപ്പൊ ആരും കേൾക്കാത്ത രോഗങ്ങളാണ് കൂടുതലും. അല്ല മാറി ഒത്തിരി മാറി. പുതിയത് വന്നു. അതാ ഡോക്ടറെ, ഞാൻ അതാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം സംഭവിച്ചിട്ട് ഈ ഓർഗാനിസത്തിനൊക്കെ മാറ്റം വന്ന് പുതിയ രോഗങ്ങളിലേക്ക് വന്നു. അന്നൊന്നും ഈ എൻകഫലൈറ്റിസ് ഇല്ല ആ കാലത്തൊന്നും. ഇന്നിപ്പോ അങ്ങനാണോ? എല്ലാ എൻകഫലൈറ്റിസിലാണ് എൻഡ് ചെയ്യുന്നത്.
നിപ്പയാണെങ്കിലും അതെ. എല്ലാം എൻഡ് ചെയ്യുന്നത് ഈ അമീബിയാസിന്റെ ഇപ്പൊ കണ്ടില്ലേ, ബ്രെയിൻ തീനി അമീബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഓരോ പേരിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തുമാത്രം രോഗങ്ങളാണ് ഈ ആരും കേൾക്കാത്ത രോഗങ്ങളാണ് ഇപ്പൊ കൂടുതൽ. അതെ അതെ, ആരും കേൾക്കാത്ത രോഗങ്ങളാണ്. ഇതെല്ലാം കാര്യം ഈ ഓർഗാനിസംസ് ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നേ. ഇതിനെല്ലാം മ്യൂട്ടേഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് പുതിയ പുതിയ പേരുകളിൽ ഇത് അതെ, വരുന്നത്. നമുക്ക് തുടങ്ങിയത് 2007 ചിക്കൻ ഗുനിയ തൊട്ടാണ് ഇങ്ങോട്ട് രോഗങ്ങളുടെ പരമ്പര. അതെ അതെ അതെ, ആദ്യം വന്ന ചിക്കൻ ഗുനിയാണ്. പലർക്കും എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പണ്ടൊരു കേസ് പണ്ടൊരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞാണ് 7 മക്കള് എല്ലാവരും വീട്ടിലാണ് പ്രസവിച്ചത്. പക്ഷെ 7ാമത്തെ ആ കുട്ടി മാത്രം അവരൊക്കെ സൗകര്യമായി അങ്ങനെ ആശുപത്രി പ്രസവിച്ചു. അതിന് പോളിയോ വാക്സിൻ എടുത്ത ഉടനെ ആ കുട്ടി പോളിയോ പേഷ്യൻ്റായിട്ട് മാറി എന്ന് പണ്ട് ഞാനൊരു കേസ് ഇങ്ങനെ അവർ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ പ്രസവിച്ച് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. വാക്സിൻ എടുത്തപ്പോൾ പോളിയോ വന്നു. അങ്ങനൊരു സംഭവം. പിന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മംസ് റെക്കറന്റ് ആയിട്ട് വരുന്നു, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? അത് എനിക്കൊരു റെക്കറന്റ് മംസ് അത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള അല്ല വരുന്നത്, പരോട്ടൈറ്റിസ് ആയിട്ട് റെക്കറന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ പരോട്ടിഡിനാണ്. അതെ, പരോട്ടിഡിനം കൊടുത്താൽ മതി. അതൊക്കെ ഹൈ പൊട്ടൻസി കൊടുക്കണം. ഓക്കെ, പരോട്ടിഡിനം മാത്രം മതിയോ? മതി. പക്ഷെ ഞാൻ ജബോറാന്തി ടിഞ്ചറും ഒരു കൊച്ചിന് ജബോറാന്തി ടിഞ്ചറും ലെഫ്റ്റ് സൈഡിലും അതിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോക്സ് ആയിരുന്നത് കൊണ്ട് റെസ്റ്റോക്സ് 13 കൂടെ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ സ്ഥാപനത്തില് ഇല്ലെന്ന് പറയാൻ പറ്റൂല, വരുന്നത് ഇങ്ങനെയുള്ള പരോട്ടൈറ്റിസ് വരാറുണ്ട്, റെക്കറന്റ് ആയിട്ട് വരുന്നത്. അതപ്പോഴും നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ദീർഘകാലത്തേക്ക് പിന്നെ വരാത്തൊരവസ്ഥ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ജബോറാന്തി ടീച്ചർ കൊടുത്തുകൊണ്ടിരിക്കുക, റെസ്റ്റോക്സ് 13 റെസ്റ്റോക്സ് അതിന് ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് അത് ലോ പൊട്ടൻസി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പിന്നെ അങ്ങനെ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇപ്പൊ ആ കൊച്ചിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതുവരെയും വന്നോണ്ടിരിക്കുവായിരുന്നു. പിന്നെ 3-4 വർഷമായിട്ട് വരാം. വീണ്ടും പറയുന്നു സൾഫർ കൊടുക്കണം. സൾഫർ കൊടുക്കണം. എന്തായാലും എന്റെ പേഷ്യന്റിന് ഇപ്പൊ വരുന്നില്ല. അങ്ങനെ 2-3 ചാറ്റിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ അതാണ്. മെഡിസിൻ ചോദിച്ചു, മെഡിസിൻ പറഞ്ഞു റെസ്റ്റോക്സ് 0/3 സൾഫർ എന്ന് പറഞ്ഞു. അത് കൊടുത്താൽ തന്നെ മാറും. 0/3 കൊടുക്കുമ്പോൾ മാറും. ഓക്കെ, അപ്പൊ ഇനി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സൂര്യ ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടറെ. ഇല്ല ഡോക്ടറെ, ഞാൻ ആ റിക്കറന്റ് ആയിട്ട് പരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആയിട്ട് വരുന്ന ഒരു കേസ്, 2 കേസ് എനിക്കുണ്ട്. പരോട്ടിഡിനൊക്കെ കൊടുത്തു, പക്ഷെ ഇപ്പോഴും വീണ്ടും വരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല സ്വെല്ലിംഗ് വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഒന്നും ഇല്ല. സൈഡ് ലെഫ്റ്റ്. എത്ര വയസ്സുള്ളവരാ? കുട്ടിയാണോ? അല്ല, ഒരാള് നമ്മുടെ ഹോമിയോ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളാണ്, ഒരു മെഡിക്കൽ സ്റ്റോർ ഉള്ള ഒരാളാണ്. മറ്റത് വേറൊരു ആള്, അയാൾക്കും 10-35 വയസ്സുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ ആൾക്ക് 10-50 വയസ്സിൽ കൂടുതലുണ്ട്. പക്ഷെ റിക്കറിന്റെ 8-10 പ്രാവശ്യം വന്നു കഴിഞ്ഞു. ഡോക്ടറെ അതെ, ഞാൻ രണ്ടാമത് പറഞ്ഞ ആള് വളരെ അഗ്ലി ആയിട്ട് ഡ്രസ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അത് സൾഫർ വെച്ചപ്പോ എനിക്കത് തോന്നി. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കേസ് നമ്മള് ഇത് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ ഒന്ന് പരോട്ടൈറ്റിസ് അങ്ങനെ വരാറുണ്ട് ഡോക്ടറെ, ഡോക്ടറെ. എനിക്ക് 2-3 കേസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. ഇപ്പൊ അതാണ് വരുന്നത്, യഥാർത്ഥ മംസ് വരൂല. അപ്പൊ ഇതിന്റെ ഒരു ടെമ്പറേച്ചർ ഒന്നും കാണത്തില്ല. ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിയത് അത് പരോട്ടിന് കൊടുത്തപ്പോ പിന്നെ വന്നിട്ടില്ല. റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്, അത് വന്നിട്ടില്ല. അതൊരു അലോപ്പതി ഡോക്ടറെ വിട്ടതും കൂടാണ് എന്റെ അടുത്തോട്ട്. എനിക്ക് തോന്നുന്നു ചില്ലി ആണെങ്കിൽ റെസ്റ്റോക്സ് ചേരും, കോട്ടാണ് ഈ അഗ്ലിയൊക്കെ ആണെങ്കിൽ സൾഫർ ചേരും. ഇയാള് സൾഫർ കൊടുക്കുക. സൾഫർ ഞാൻ ചിന്തിച്ചിട്ടില്ല, സോറി. ഓക്കെ ഓക്കെ, ബ്ലോക്ക് ഉണ്ട് ഡോക്ടറെ, അതാണ്.
ഓക്കെ 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 സൂര്യ ഓക്കെ ഡോക്ടറെ ഓക്കെ. അടുത്തത് ഒരു അമ്പാടി മാഡം ഒന്നും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട്. അതെ, ഈ റിക്കറന്റ് ആയിട്ട് വരുന്നതിന് തൂജ നല്ല മെഡിസിനാ. ആന്റിസൈക്കോട്ടിക് അല്ലേ ഇത്? സൈക്കോട്ടിക് അല്ലേ? ഇൻഫ്ലമേഷൻ അല്ലേ? അപ്പൊ അതിന് തൂജ ഞാൻ മൂർത്തിക്കാം കൊടുക്കുന്നത് 2 പ്രാവശ്യം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം വരുമ്പോ ഞാൻ തൂജ കൊടുക്കാറ്. തൂജ 10 ഞാൻ 4-5 ഡോസ് കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ കൊടുക്കും. പിന്നെ രണ്ടാമത് പിന്നെ ഈ ഗ്ലാൻഡുലർ ഇതിന് കൽക്കേറിയ അയഡൈഡ് ആണ് എനിക്ക് ഇത്തിരിയും കൂടി അയഡിനെ കണ്ടും കൽക്കേറിയ അയഡൈഡ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഫ്കോഴ്സ് പരോട്ടൈഡിന് അതും നമ്മൾ കൊടുക്കാറുണ്ട്, ജബറാണ്ടി പെലോ അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ റിക്കറന്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ തൂജയാണ് എനിക്ക് ഇഫക്റ്റീവ് ആയിട്ട് കേൾക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കുറേ കേസസ് ഉണ്ട്, പിന്നെ വന്നിട്ടില്ല. ഓക്കെ. ഈ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഷാജി ഡോക്ടർ മുഖം കാണിച്ചിട്ടുണ്ടല്ലോ. ഷാജി ഡോക്ടറെ, എന്താണ് മംസ് ചികിത്സിച്ച അനുഭവങ്ങൾ? ഇപ്പൊ വരുന്നുണ്ടോ? മംസ് കേസുകൾ കിട്ടാറുണ്ടോ? ചികിത്സിച്ചിട്ടുള്ള അനുഭവം? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. വരുന്നില്ല. ഒന്നുകൂടെ നോക്കേ. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അൺമ്യൂട്ട് ചെയ്ത് നോക്കേ. കോഹോസ്റ്റ് ആക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഷാജി ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ആളിനെ കാണാനില്ലേ? ഷാജി ഡോക്ടറെ കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും ഇനി ക്യാപ്സിക്കം പറഞ്ഞത് എന്തിനായിരുന്നു? മാസ്റ്റർഡൈറ്റിസ്. ഞാനാ പറഞ്ഞത് മാസ്റ്റർഡൈറ്റിസ്. മാസ്റ്റോയിഡ് ഗ്ലാൻഡിന്റെ ഐറ്റിസ് അത് തന്നെ അല്ലേ നമ്മള്? അല്ലല്ല, പുറയില് ചെവിയുടെ പുറയില് അല്ലേ? ചെവിയുടെ ബാക്കില്. അതെ, കൂടുതലും മംസ് വന്നു കഴിഞ്ഞിട്ടാണ് വരുന്നത്. മംസ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. അതായത് ഈ മംസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലേ? അതേസമയം മാസ്റ്റർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. അതായത് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ടാണ് അത് വരുന്നത്. അത് പക്ഷെ ബെസ്റ്റ് റിസൾട്ടാണ് കാപ്സിക്കത്തിന്. ഷാജി ഡോക്ടർ ശരിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ലെഫ്റ്റ് സൈഡ് റിക്കറൻസ് വരുന്നതിന് ബ്രോമിയോ ആണ് നല്ലത്. ബ്രോമിയോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വ്യത്യാസമില്ലേ? സൂര്യ ഡോക്ടർക്ക് അത് നോക്കാം. അത് തന്നെ, അത് ശരിയായിരിക്കും. എന്താന്ന് വെച്ചാലേ ആ ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് ഒക്കെ ഗ്ലാൻഡില് നല്ല ആക്ഷൻ ആണ്. ഗ്ലാൻഡ് മാത്രമല്ല, അത് ലെഫ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിന് ബ്രോമിയം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ക്ലോറിൻ, അയഡിൻ, ബ്രോമിയം ഇതിനെല്ലാം ഗ്ലാൻഡിൽ നല്ല ആക്ഷനാണ്. ഈ അയഡത്തിന് നല്ല ആക്ഷനാണ് ഈ ഗ്ലാൻഡ്സിൽ. അയഡം ഈ ഡോക്ടർ പറഞ്ഞില്ലേ കാൽക്കേരിയ അയോഡിന് ബെസ്റ്റ് ആക്ഷൻ ആണ്. ഈ ട്യൂബർക്കുലാർ ഗ്ലാൻഡ്സില് കാൽക്കേരിയ അയോഡിന് വണ്ടർഫുൾ ആക്ഷൻ ആണ്. ഓക്കെ. ഇനി എന്താണ് 53? കുറച്ച് സമയം കൂടിയുണ്ട്. ക്യാപ്സിക്കം ഏത് പൊട്ടൻസിയാന്ന് 30 കൊടുത്താൽ മതി ഡോക്ടറെ. അക്യൂട്ട് അല്ലേ 30 കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും? ഇനി ആരാണ് അടുത്തത് പറയുന്നത്? ഒരു ഡോക്ടർ ശിവോം മിശ്ര ഒന്ന് മുഖം കാണിച്ചു. ഡോക്ടർ ശിവ് ഓം മിശ്ര. അത് ഹിന്ദിയാണ്. ഇംഗ്ലീഷൊക്കെ ഉള്ളപ്പോ ഉണ്ടായിരുന്നതാണ്, പോയില്ല. മറന്നുപോയായിരിക്കും പോവാൻ. അല്ലെ, മലയാളം കൂടെ കുറച്ച് കേട്ടിട്ട് പോവാന്ന് വിചാരിച്ചു കാണും. എന്തായാലും
അതാണ്ട് മ്യൂട്ട്. Doctor, we are talking about you. You might have forgotten to leave ഡോക്ടർ എന്ന് വിളിക്കുന്നതിന് പകരം സാർ, മാഡം എന്നിവ ഉപയോഗിച്ചു വിടും. അതാര്? അത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഞാന് ഒരു സജഷൻ പറയട്ടെ. അതായത് ഇപ്പോ ഹോമിയോപ്പതി ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. പ്രാക്ടീസിൽ എന്തൊക്കെയാണ് ഡോക്ടർമാർക്ക്, ഏതൊക്കെ രോഗങ്ങളാണ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തത്, എവിടാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ എനിക്കൊരു കേസ് ഇപ്പം അടിക്കടി വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിക്ക് ഇത് നമ്മൾ തക്കാളിപ്പനി പോലെയൊക്കെ വന്നതാണ്. പക്ഷെ വലിയ സ്വെല്ലിംഗ് ആയിട്ട് വാട്ടർ കളക്ഷനായിട്ട് പല പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. ആഹാരത്തിൽ നിന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞു. വലിയ വാട്ടർ കളക്ഷൻ കാലിലൊക്കെ, നമ്മുടെ ചിക്കൻ ബോക്സിൻ്റെ വെള്ളം പോലെ വന്നിട്ട് അതിനേക്കാളും വലിയ ബുള്ളായി ആ ഒരു ടൈപ്പ്. ഡോക്ടറെ കാന്താരിസ് 30 കൊടുത്തു നോക്കൂ. കാന്താരിസ് 30 ഇല്ല, കൊടുത്തു നോക്കൂ. 3 ദിവസം കൊടുത്തിട്ട് പറയൂ. പക്ഷെ അതിനകത്ത് ഞാൻ ഒരു കാര്യം സജഷൻ പറഞ്ഞേക്കാം. കാന്താരിസ് നല്ല റെമഡിയാണ്, കാന്താരിസ് കറക്റ്റ് ആണത് ആണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഫിംഫ്യൂജിയസിന്റെ ഒരു സിംറ്റം ആണ് അത് കേട്ടോ. വാട്ടർ കളക്ഷൻ ആണ്. അല്ല, ഞാൻ പറയുക അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ചിലപ്പോ കോംപ്ലിക്കേഷൻ പോവാന്ന് സാർ ഉദ്ദേശിച്ചത്. അത് തന്നെ അത് ശ്രദ്ധിച്ചോണം. ഇതിന്റെ മെഡിസിൻസ് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. കാന്താരിസ് ഉണ്ട്, ക്രോട്ടൺ ട്രീഗ്ലിനം ഉണ്ട്, റസ് വിനേറ്റ ഉണ്ട്, റെസ്റ്റോക്സ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചോണം. ഇപ്പൊ ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ കാന്താരിസ് ഈസ് ദ ആപ്റ്റ് റെമഡി. അതേസമയം റെസ്റ്റോക്സിനും ഉണ്ട് ഇതുപോലെ തന്നെ വാട്ടർ കളക്ഷൻ. റസ്വിനേറ്റ നോക്കിക്കോണം. റസ്വിനേറ്റ ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് റസ്വിനേറ്റ. പിന്നെ ക്രോട്ടൺ ഡിഗ്ലിനം കൂടുതലായിട്ടും സ്ക്രോട്ടത്തെ കാണുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ക്രോട്ടൺ ഡിഗ്ലിനം ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. 1.5 വയസ്സേ ഉള്ളൂ കുട്ടി, 1.5 വയസ്സേ ഉള്ളൂ. അത് ക്രോട്ടത്തെ കൂടുതലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം ഡോക്ടറെ. എന്നിട്ട് ക്രോട്ടൺ ഡിഗ്ലിനം ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, അടുത്ത ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ദേവൻ ഡോക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. എനിക്ക് പനിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു സംശയം ചോദിച്ചതിന്റെ ഒരു മറുപടി പറയാൻ വന്നതാ. പനിയായത് കാരണം ക്ലിനിക്ക് തുറന്നില്ലായിരുന്നു. മാൻസിനെല്ലാണ്, അത് ബിഗ് ആണെങ്കിൽ സ്പെസിഫിക് പർട്ടിക്കുലർ ആയിട്ട് മാൻസിനെല്ലയുടെ മെറ്റീരിയൽ മേടിക്കാന്ന് വെച്ചാൽ റസ്വെനിനേറ്റ ഒക്കെ ഇതിന് ചെറിയ എറപ്ഷൻ ആയിരിക്കും. റസ്വെനിനേറ്റ അതുപോലെ റസ്വെനിനേറ്റ ആണ് ഞാൻ ഈ തക്കാളിപ്പനിക്ക് കൊടുക്കാറുള്ളത്. അതിന് ചെറിയ എറപ്ഷനാണ്. വലിയ ഇതാണെങ്കിൽ മാൻസിനെല്ലയാണ്. 30 മതി. മാൻസിനെല്ല എന്ന് ആ ബോറിക്കൽ കൃത്യമായിട്ട് പറയുന്നത്. കൃത്യമായിട്ട് വലിയ ഇത് വളരെ വലുതായിരിക്കും. വെനിനേറ്റയാണ് ഞാൻ റസ്വെനിനേറ്റ. അത് വളരെ നല്ല. തക്കാളിപ്പനി വന്നാൽ ഒന്നും നോക്കാറില്ല. പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ ബെല്ലും മെർസോളും ആണ് സ്പെസിഫിക് ആയിട്ട് മംസിന് ഏകദേശം റൈറ്റും ലെഫ്റ്റും ഒന്നും നോക്കാതെ കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ വരുമ്പോ ഇപ്പം കുറച്ച് വരുന്നുണ്ട്. എന്നാലും ഇത് കൊടുത്താൽ ആക്ഷൻ കിട്ടും. ബെല്ലും മെർസോളും കൂടി കൊടുത്താൽ ഒരുമാതിരിപ്പെട്ട ആ പരോട്ട് സ്വെല്ലിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാറുണ്ട്. പിന്നെ കോംപ്ലിക്കേഷന്റെ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ മാഡം, പറഞ്ഞു. ഹരി, ഈ മാസ്റ്റോഡൈറ്റിസിന് ഞാൻ സാധാരണ കൊടുക്കുന്നത്, ഇപ്പൊ മംസ് ഒക്കെ വരുമ്പോ മാസ്റ്റോഡൈറ്റിസിന്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഞാൻ ഓസിലോകോക്സിനാണ് കൊടുക്കാറ് 200. അത് ചെയ്യും. അത് അറസ്റ്റ് ഗ്രോത്ത് കൂടി ഉണ്ട് ഓസിലോകോക്സിൻ. അറസ്റ്റ് ഡെവലപ്മെന്റ് റിസൾട്ട് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒത്തിരി പേഷ്യൻസിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും മാറ്റി ചിന്തിക്കേണ്ടി വരുന്നില്ല.
അതാണ്. അപ്പൊ എനിക്കും ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഈ ഒരു മെഡിസിൻ കുറച്ചും കൂടെ ഇതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അഥവാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒന്ന് നോട്ട് ചെയ്ത് അല്ല വെച്ചോ. എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഒന്നല്ലെങ്കിൽ അതാ വേറെ പറഞ്ഞെ. ഒന്നിലേക്ക് നമുക്ക് കടക്കാമല്ലോ. എനിക്കിത് പറഞ്ഞു തന്നത് നമ്മുടെ മരിച്ചുപോയ പത്മനാഭ സാറാണ്, ഡോക്ടറാണ്. ഓക്സിലോകോക്സിൻ കൊടുക്കാൻ പറഞ്ഞത്. ഓക്സിലോകോക്സ്. ഓക്കെ. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടോ? ഈ ഓസിലോകോക്സിലും നമ്മുടെ കോവിഡ് സമയത്തെ അത് നമ്മുടെ എന്താ പ്രിവെന്റീവ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. വളരെ എഫക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. അതെ. 200 പൊട്ടൻസി. നോസോഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോസോഡാണ്. അത് ഇൻഫ്ലുവൻസയ്ക്ക് പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിന്റെ ഇൻഫ്ലുവൻസയ്ക്ക് വേറൊരു മെഡിസിൻ ഉണ്ട്, ഇൻഫ്ലുവൻസിനും 200. ഇൻഫ്ലുവൻസിനം. അത് ഇതിന് ഇൻഫ്ലുവൻസിനം പോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ഓസിലോകോക്സിനം. അത് ഇത് ഹനി പറഞ്ഞ ശരിയാ. ഇതിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് ചിലരൊക്കെ ഓക്സിലോകോക്സിനാണ് കൊടുത്തേക്കുന്നത് പ്രിവെന്റീവായിട്ട്. നമ്മളെ ഒരു ഡോക്ടർ വെളിയിൽ നിന്നോ വന്നിട്ടാണ് ഈ ഓസിലോകോക്സിൻ ആദ്യമായിട്ട് പറഞ്ഞത്. ആ ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം നമുക്ക് IFPC കുറച്ച് പൈസയൊക്കെ അയച്ചു തരും ചെയ്തു. അത് മാത്യു അല്ലല്ല മാത്യു എന്നാ എന്തോ പറഞ്ഞിട്ട് ഡോക്ടർ. അത് തന്നെ അങ്ങ് എവിടെ സ്വീഡനില്ല, അവിടെ എവിടെ നിന്നാണ് വിളിച്ചത് പറഞ്ഞത്? അമേരിക്ക അല്ല ഡോക്ടർ, വേറെ ഏതോ രാജ്യമാണ്, സ്വിറ്റ്സർലാൻഡ് ഏതോ, സ്വീഡനാ എവിടെയാണ്. അങ്ങേര് അലോപ്പതി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഹോമിയോപ്പതി ഡോക്ടറായിട്ട്. അദ്ദേഹം വന്നാണ് അപ്പോഴാണ് നമ്മൾ ഈ മെഡിസിൻ ശ്രദ്ധിച്ചത്. രമേശിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അന്ന് നമ്മള് ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയ സമയത്താണ്. ഓക്കെ. ഈ കേസുകളെ കുറിച്ച് കേസുകൾ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേസുകള് ഒരു കാര്യം പച്ചയ്ക്ക് പറയാം, പനി കേസ് വന്നാൽ ഉടൻ ജനം അലോപ്പതി ഹോസ്പിറ്റലാണ് പോണത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഹോമിയോപ്പതി വിശ്വാസികൾ മാത്രമേ വരുള്ളൂ. ബാക്കി എല്ലാരും പോയി ഇംഗ്ലീഷ് കഴിച്ച് കുളമായിട്ട് ചുമ കുറയാതാണ് വരുന്നത് ഇപ്പൊ. ഇവിടെ അടുത്തൊരു സ്കൂളില് H1N1 കുറെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെ പഠിക്കുന്ന ഒരു കൊച്ചു എൻ്റെ അടുത്ത് വന്നു, 2 പിള്ളേർ, ചേച്ചി അനിയത്തി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ഡോക്ടറെ അന്നത്തെ ദിവസം തന്നെ രാത്രി വരെ പനിച്ചു, നേരം വിളിച്ചപ്പോ 2 പേരും ഓൾറൈറ്റ് ആയി, ഇന്നലെ സ്കൂളിൽ പോയിന്ന്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന, അതായത് ഹോമിയോപ്പതി കഴിക്കുന്നവർക്ക് 24 to 48 hours ഫീവർ നോർമൽ ആവും. മറ്റവർക്ക് അതിനേക്കാളും സമയം എടുക്കുന്നു. പക്ഷെ ആളുകൾ പെട്ടെന്ന് കുറയാൻ വേണ്ടി അവിടെ പോയി കഴിച്ച് മതിയാണ് വരുന്നത്. ഇപ്പോഴും ആളുകളെ പറച്ചിലിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ വരുന്ന കേസുകളിൽ വേറെ പ്രത്യേകത, 2ഉം 3ഉം കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് വരുന്നത്. വൈറൽ ഫീവറിന് കൊടുക്കുന്നത് ആന്റിബയോട്ടിക് ആണ്. ഇതാണ് കാണുന്ന ഒരു പ്രത്യേകത. മരുന്ന് കഴിച്ച് മതിയായാണ് വരുന്നത്. ഹോമിയോപ്പതിയില് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഒത്തിരി ഫാമിലീസ് ഉണ്ടല്ലോ, ആ ഫാമിലീസില് പനി ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ തന്നെ വരുത്തുള്ളൂ. പക്ഷേ പുതിയ പേഷ്യൻസ് തീരെ വരുന്നതായിട്ട് കാണുന്നില്ല. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കാണുന്നത്, ഈ യങ്ങർ ജനറേഷൻ, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഉണ്ടാകുന്ന കുട്ടികളെയും കൊണ്ട് അവർ വരാറില്ല. അവര് നേരെ പീഡിയാട്രീഷ്യൻസിന്റെ ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അതിപ്പോ ഇന്നിപ്പോ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ സലീം ഡോക്ടർ കൊല്ലം, അദ്ദേഹത്തിന്റെ മദർ വീണൊന്ന് പരിക്കേറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഫേക്ക് ഡോക്ടറാണ്, അവരുടെ മെഡിസിൻസ് ഒന്നും കൊടുക്കരുതെന്ന്. സലീം ഡോക്ടർ മെഡിസിൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോ ആർമിക്ക് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സലീം ഡോക്ടർ അറിയാലോ, നമ്മുടെ പൊക്കം കുറഞ്ഞ സലീം ഡോക്ടർ, നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നാണ്, SA സലീം. അദ്ദേഹത്തിന്റെ മദർ ഒന്ന് വീണ് അൺകോൺഷ്യസ് ആയിപ്പോയി, തലയൊക്കെ പൊട്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞാനിപ്പോ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞതാണ്, അവിടുത്തെ അലോപ്പതി ഡോക്ടർ പറഞ്ഞത് ഇത് ഫേക്ക് ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞ മെഡിസിൻ ഒന്നും കൊടുക്കരുതെന്ന് IC-ക്കകത്ത് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. ആർമിക്ക് ആദ്യം കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ വെന്റിലേറ്റർ ആയിട്ട് പേഷ്യന്റ് കോൺഷ്യസ് കൂടി പുറത്ത് വന്നിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ സംസാരം. ഫേക്ക് ഡോക്ടർ, പുതിയ ഫേക്ക് പേര് ഡോക്ടർ. വന്നിട്ടുണ്ട്, ഫേക്ക് ആ, ഡോക്ടർ. ആ, നമ്മളെല്ലാം ഫേക്ക് ഡോക്ടേഴ്സ് ആണ്. അല്ല, അനിൽ ഡോക്ടറും അതിൽ പെടും. ഞാനും പെടും, ഡോക്ടറും പെടും, ഹരിഹര സാറും പെടും, ഞാൻ ഇന്നൊരു കേസ് ഹ്യൂബർട്ടാണെങ്കിൽ പെടും, ഹ്യൂബർട്ട് നല്ലോണം പെടും. പിന്നെ ഇന്നൊരു കേസ് നമ്മള് സ്ഥിരമായിട്ട് അലോപ്പതി മരുന്ന് കഴിച്ച് തലവേദന കഴിച്ചുകൊണ്ടിരുന്ന വർഷക്കണക്കിന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ചികിത്സിച്ച് കേസ് മാറി. ഇപ്പം 7 മാസത്തിന് ശേഷം പിന്നെ അവർ വന്നിരിക്കുന്നു. ഇന്ന് തലവേദന എടുത്തിട്ട് പിന്നെ അലോപ്പതി കഴിച്ചിട്ട് കുറവില്ല. അപ്പോൾ ഈ 7 മാസത്തിനിടയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ പറയണം, ആ ഭർത്താവ് ചോദിക്കണം, നമ്മുടെ അടുത്ത് വന്നിട്ട് മരുന്ന് വെച്ചിട്ട് ഇതെന്താ കുറയാത്തത് നിങ്ങൾ ചികിത്സിച്ചിട്ട്? 7 മാസത്തിന് ശേഷം ഒരു പ്രാവശ്യം സ്ഥിരം മരുന്ന് കഴിച്ച പാർട്ടിയാണ്. അവർക്ക് ഹോമിയോ കഴിച്ചിരുന്നാൽ പിന്നെ പൂർണ്ണമായിട്ട് അങ്ങ് സുഖപ്പെടണമെന്നാണ് ഒരു പ്രാവശ്യം കഴിച്ചിരുന്നത്. ഞാൻ ലൈക്കോപോഡിയവും ഇഗ്നേഷ്യയാണ് കൊടുത്തത്. നല്ല എഫക്റ്റ് ആയിരുന്നു അവർക്ക്. ഇതിനു മുമ്പ് 7 മാസത്തിന് മുമ്പ്, അതിനും മുമ്പ് 7 മാസത്തിന് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അതിനിടയ്ക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഡോക്ടറെ, ഞാൻ നമ്മുടെ അനിൽകുമാർ ഡോക്ടറെ ചോദിക്കട്ടെ, ഈ അവരുടെ പ്രിസ്ക്രിപ്ഷൻ പാഡില് ഹോമിയോപ്പതി മെഡിസിനും ആയുർവേദ മെഡിസിനും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പാഡ് കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് കോടതിയിൽ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും പോകണം സാറേ. അതുവരെ ഇന്ന് വൈകിട്ട് ഇപ്പൊ ഒരു ആള് വന്നപ്പോൾ ഒരു മദറിലേക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസമായി വയറിളക്ക ഛർദിലായിരുന്നു. ഐസിക്കകത്ത് പോയി തിരിച്ചിറങ്ങിയപ്പോ ബില്ലും കൂടെ കേട്ടോളുക. ഇവിടെ 200 രൂപ 300 രൂപ ചെയ്ത് മരുന്ന് കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. 1,40,40,000 രൂപ 4 ദിവസം കൊണ്ട്. വെറും 4 ദിവസം ട്രിപ്പ് കൊടുത്ത് അവിടെ കയറ്റി കിടത്തി തിരിച്ചിറക്കുമ്പോൾ 1,40. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പൈസ കൊടുത്തിട്ട് വന്നു. ഏത് ഹോസ്പിറ്റൽ? ഇവിടെ വരുമ്പോ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 500 രൂപ 600 രൂപ വാങ്ങിച്ചാട്ടോ ചോദിക്കും, അയ്യോ ഇത്രയും ആയാ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലോ. അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ ഇവിടെ തന്നെ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ 10 ദിവസമായിട്ട് ഒരു കുട്ടി ഛർദിലായിട്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 10 ദിവസം അവർക്ക് കുറവില്ല. എന്നിട്ടും വന്നപ്പോൾ 8ഉം 10ഉം പ്രാവശ്യം ഛർദിക്കുകയായിരുന്നു. ഞാൻ മരുന്ന് കൊടുത്ത് പിന്നെ അടുത്ത ദിവസം തന്നെ എനിക്ക് കണ്ട ലിവറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നൊക്കെ ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മരുന്ന് കൊടുത്തു. രണ്ടാം ദിവസം തന്നെ അവർ വന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ അന്ന് ഇവിടുന്ന് രാത്രി തന്നെ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഛർദ്ദിച്ചിട്ടില്ല. പിന്നെ അവർക്കൊരു ഇത് വന്നത് എന്തിനാന്ന് വെച്ചിരുന്നാലും ഞാൻ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു എല്ലാ ടെസ്റ്റും ചെയ്യണം ഡോക്ടർ, ഒരു സംശയം പ്രകടിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവർ വന്നു. അപ്പം നമ്മുടെ മരുന്നുകൾ അത്രയേറെ എഫക്റ്റീവ്. അന്ന് ഞാൻ ഇതൊക്കെ കൊടുത്തായിരുന്നു, ഇപ്പം ഇപ്പിക്കാക്കോണം, പിന്നെ സിനിമയും കൊടുത്തു. ഇപ്പിക്കാക്കോണം സിനിമയൊക്കെയാണ് കൊടുത്തത്. ഡോക്ടറെ, ഞാൻ ഈയിടെ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ഒരു ദൂരയാത്രയില് ട്രെയിനിൽ വന്ദേ ഭാരതിലായിരുന്നു യാത്ര ചെയ്തപ്പോ ഞാനും വൈഫും വേറെ ഒരു പ്രായമുള്ള സ്ത്രീ 3 പേരുമായിരുന്നേ. ഈ സ്ത്രീ രാവിലത്തെ ട്രെയിനിൽ ഭക്ഷണം ഉണ്ടല്ലോ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറെ നേരമായിട്ട് ഇവര് വല്ലാത്ത വെപ്രാളം കാണിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പ്രയാസം എന്താ? അപ്പറേ എനിക്ക് ഉരുട്ടി കയറ്റുന്നു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന്. ഉടൻ തന്നെ ഞങ്ങൾ മാറിക്കൊടുത്തു. അവര് പോയി ഛർദ്ദിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വെപ്രാളമാണ് അവർ കാണിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ കൈ മരുന്ന് കാണുമല്ലോ. അപ്പൊ ഞാൻ വൈഫിന്റെ പറഞ്ഞൊരു കാര്യം ചെയ്യാ, കാർബോ എടുത്ത് അവർക്ക് ഒരു 10 മിനിറ്റ് ഇടവിട്ട് കൊടുക്കെന്ന് പറഞ്ഞു. ഒരു 3 ഡോസ് ചെന്ന് കഴിഞ്ഞ ശേഷം അവര് ശരിക്കങ്ങ് അവർക്ക് കുറഞ്ഞ് ഒരു സുഖമായിട്ട് കിടന്ന് അങ്ങ് ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, എന്റെ അസുഖം എല്ലാം പോയി, എനിക്കിപ്പോ നല്ല വിശപ്പ് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഉച്ചക്കുള്ള മീൽസ് വന്നു. അവര് സുഖമായിട്ട് ആ മീൽസും കഴിച്ചു. അവർ കൊല്ലത്തേക്ക് യാത്രയായി. സി ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. അതാണ് അവർക്ക് ഞാൻ പറഞ്ഞ ഈ ഹോമിയോപ്പതി മരുന്നാണ് നിങ്ങൾക്ക് തരുന്നത്. ചെറിയ ഗുളികയല്ലേ, ഊപ്പറി ഗുളിക, ചെറിയ ഗുളികയല്ലേ, അത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡോക്ടേഴ്സാ. അല്ലെങ്കിലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം പരിചയപ്പെടുത്താതെ മരുന്ന് കൊടുക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ഈ യാത്രയല്ലേ, ആരാ എന്താ കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 പേരും ഡോക്ടേഴ്സാണ്, നിങ്ങൾ കഴിച്ചോ, ഹോമിയോ മരുന്നാന്നും പറഞ്ഞ് അവർക്ക് കൊടുത്തു. അവർക്ക് അവരുടെ പ്രയാസങ്ങളെല്ലാം കുറഞ്ഞ് അവർ കൊല്ലത്തേക്ക് യാത്രയായി. ഓക്കെ, ഹരിയൻ സാറ്, എന്തായാലും അങ്ങനെ ഒരു ട്രെയിനിലെ യാത്രികയ്ക്ക് ഹോമിയോ മരുന്ന് ഫലിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അല്ല, നമ്മളെല്ലാവരും
കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഒരു ചരിത്രം പറയാം. എന്ന് വെച്ചിരുന്ന ഈ ഈ പഴയ ഉഴുന്ന് കഴിച്ചിട്ട് കിറുങ്ങി ഒരാൾ പണ്ടൊരിക്കൽ വന്നിരുന്നു. പണ്ട് വന്ന് ഒരു തമിഴ്നാട്ടുകാരനാണ് വന്ന്. ഞാൻ കാർബോഹൈഡ്രേറ്റ് അന്ന് CM പൊട്ടൻസിയാണ്. CM പൊട്ടൻസി ഒരു ഡോസ് ഒഴിച്ചു കൂടാ, അപ്പം തന്നെ അത് മാറി. ആ വ്യക്തി ഇപ്പോഴൊരു 10 വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു അന്നത്തെ ആ മരുന്ന് ഒറ്റ ഡോസ് ഞാൻ അപ്പോഴും കൊടുത്തത് കാർബോഹൈഡ്രേറ്റ് CM ആയിരുന്നു. നാക്കിൽ ഒഴിച്ചു കൊടുത്ത് ഉടനെ ആ കിറുക്കമൊക്കെ ഒരുമാതിരി ഫിറ്റായി വന്നതാ, അതൊക്കെ അങ്ങ് മാറി. ഓക്കെ, ഹ്യൂബർട്ട് ഡോക്ടർ, നമ്മുടെ ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷഫീഖ് ഡോക്ടർക്ക് പറയാനുള്ളത്? 2 ആഴ്ച മുന്നേ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. അതായത് ഒരു ENT സർജനാണ് പുള്ളി. MBBS മുമ്പേ എൻ്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു പയ്യൻ. അന്ന് പയ്യനായിരിക്കുമ്പോഴേ എൻ്റെ ട്രീറ്റ്മെന്റാണ്. ഇപ്പൊ പുള്ളി MBBS കഴിഞ്ഞു, ENT സർജനാണ്. ഇപ്പൊ അമൃത ഹോസ്പിറ്റലില് എന്തോ പ്ലാസ്റ്റിക് സർജറിയുടെ എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ ഡോക്ടറുടെ കയ്യിൽ. പുള്ളിക്ക് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് പനി വന്നു. കൂടെ ഉള്ള ഡോക്ടർക്ക് പനിയായിരുന്നു. പുള്ളി നേരെ തിരിച്ച് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ മരുന്ന് കഴിച്ച് പിറ്റേന്ന് വിളിച്ച് ചോദിക്കുന്നു, ഡോക്ടറെ എനിക്ക് നല്ലവണ്ണം കുറഞ്ഞു, ഇനി മെഡിസിൻ ബാക്കിയിരിക്കുന്നു, ഇനി അത് കഴിക്കണോ? അപ്പൊ അത്രയും എഫക്റ്റ് ഉണ്ടെന്നുള്ളത് പുള്ളി പറഞ്ഞു. ഡോക്ടറെ, ഹോമിയോ മെഡിസിനൊക്കെ എത്രയും എഫക്റ്റ് ഉണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അറിയില്ല. അതൊക്കെയാണ് ഇവരിത് എതിർക്കുന്നത്. പുള്ളിയുടെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് ആണ്. പുള്ളി കല്യാണം കഴിക്കുമ്പോൾ മൈഗ്രെയിൻ അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി ഇപ്പൊ നമ്മുടെ മെഡിസിൻ കഴിച്ച് ഇപ്പം മെഡിസിൻ നമ്മളത് നിർത്തി, ഇപ്പൊ മൈഗ്രെയിൻ വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അലോപ്പതി ഡോക്ടർമാർക്ക് ഒരുപാട് പേർക്കുണ്ട്. അവരും പിന്നെ അവർക്ക് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവരും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ, ഒരാൾക്ക് മരുന്ന് മാറ്റിയിട്ട് പോകും, അസുഖം കുറഞ്ഞുടനെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് പനി വരും, അവരും ഈ മരുന്ന് തന്നെ കഴിക്കും, ഡോക്ടറെ ഒന്നും കാണൂല. ഇവിടെ 200-300 തന്നിട്ടു ആ 300 രൂപയ്ക്ക് വീട്ടിൽ 5 പേരുടെയും പനി മാറുന്ന ഒരു പ്രതിഭാസം കൂടെ ഉണ്ട്. നമ്മളറിയാം ഡോക്ടർ അന്ന് മരുന്ന് നമ്മുടെ മെഡിസിൻ എഫക്റ്റ് ഉണ്ടെന്ന് അവർ അറിയുന്നുണ്ടല്ലോ. കഴിച്ച് മാറിയിട്ട് അസുഖമൊക്കെ മാറിയുന്നു. അല്ല, പ്ലാസിബോ എഫക്റ്റ് അല്ലാന്ന് അവര് അംഗീകരിച്ചല്ലോ. അത് അതിന്റെ വിഷമാണ് പറഞ്ഞത്, അത് മനസ്സിലായില്ലേ? എന്റെ വിഷമമല്ലേ, എല്ലാവർക്കും ഉള്ള വിഷമമാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞു നോക്കൂ. അല്ല, അനിൽ ഡോക്ടർ പറഞ്ഞത് ശരിയാണ് കേട്ടോ. എന്നാൽ എൻ്റെ കൂടെ ഒരു പേഷ്യന്റ് ഇതുപോലെ പറഞ്ഞു. ഞാൻ ചോദിച്ചു പനി കുറഞ്ഞായിരുന്ന. ആ പനി കുറഞ്ഞ് ഞങ്ങളന്ന് ഗുരുവായൂർ പോയപ്പോ എന്റെ മോളും മരുമോനും എല്ലാരും അത് കഴിച്ച് എല്ലാവർക്കും കുറഞ്ഞു. ഇത് തന്നെ സംഭവം. അപ്പൊ നോക്കിയിട്ട് തലവേദന, ബോഡി എത്ര രൂപ നഷ്ടമെന്നാണ് അത് ആദ്യമേ പാക്കേജ് ആക്കിയാൽ മതി. അല്ല ഡോക്ടർ, അത് പാക്കേജ് ആക്കിയാൽ മതി. അലോപ്പതിക്കാരെ പോലെ പാക്കേജ് ആക്കുക. ആദ്യമേ തന്നെ ഉള്ള പൈസ കഴിഞ്ഞ് വാങ്ങിക്കുക. അതാണ്. അപ്പൊ എന്തായാലും നമ്മളെ സമയം ഏകദേശം അല്ല, ഇന്ന് 10-15 മിനിറ്റ് താമസിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുമ്പോട്ട് പോയത്. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് നന്ദി പറയുന്നതിന് ഞാൻ ഹ്യൂബർട്ട് ഡോക്ടറെ ക്ഷണിക്കുന്നു. ഏതായിരുന്നാലും ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. മൊത്തത്തിലൊരു അടിപൊളി ദിവസം. ഏതായിരുന്നാലും എല്ലാ ഡോക്ടർമാരെയും ഇങ്ങനെ അഭിപ്രായം കേൾക്കുക. പല ഡോക്ടേഴ്സും ഒരേ മെഡിസിൻ തന്നെ ഉപയോഗിച്ച് ഉറപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രയേറെ ഉറയ്ക്കും ഓരോന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പൾസാറ്റിലിയുടെ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കേട്ടിട്ടില്ലാത്ത ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത മരുന്നുകളാണ് ഡോക്ടേഴ്സ് പലരും പറഞ്ഞത് ഇതിന്. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്, വളരെയേറെ എക്സ്പീരിയൻസാണ്. നമ്മൾ ഇനി അതെല്ലാം റെഫർ ചെയ്യും. ഇനിയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതലും നോക്കും. ഏതായിരുന്നാലും വളരെ സന്തോഷപരമായിട്ടുള്ളൊരു ദിവസം, വളരെ ആസ്വാദ്യകരമായ ഒരു ദിവസമായിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്, പങ്കെടുത്തിട്ടുള്ള എല്ലാവരും. എന്താണ് ഡോക്ടറെ ഈ യങ്ങർ ജനറേഷൻ എന്താ ഈ ആക്റ്റീവ് നമ്മുടെ അതിനകത്ത് ഡിസ്കഷനിലേക്ക് വരുന്നില്ല? അവര് വരേണ്ടതല്ലേ? അറിയാമുള്ള ചൊറിയാൻ പറയും. അവര് വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അതിനെ തടയിടാൻ കുറെ ആൾക്കാരുണ്ടെന്ന്, അതാണ് പ്രശ്നം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള കുറച്ച് പേരുണ്ട് അതിന് പാടില്ല. 2-3 കാര്യങ്ങൾ കൂടി ഉണ്ട്. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സമയമില്ല ഈ പിള്ളേരുടെ കാര്യവും ഇതൊക്കെ നോക്കിയിട്ട്. ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന പോലെ 7 മുതൽ 10 വരെ ഇരിക്കാനുള്ള സമയമില്ല കുട്ടികൾക്ക്. അവർക്ക് അതുണ്ട്. പിന്നെ രണ്ടാമത് ഇനിയൊന്ന്, അവർക്കൊരു വിചാരമുണ്ട് എല്ലാം അവരുടെ വിരലിന്റെ തുമ്പത്തുണ്ടെന്ന്. മനസ്സിലായോ? ഇതൊന്നും വിരലിന്റെ തുമ്പത്തല്ല, ഇതിനപ്പുറത്തെ ആണെന്നുള്ളത് പതുക്കെ അവർ മനസ്സിലാക്കും. ഇപ്പൊ അവർ മനസ്സിലാക്കില്ല.
ഇപ്പോൾ ഇവര് തന്നെ എല്ലാം തികഞ്ഞവരാണെന്നാണ് അവരുടെ വിശ്വാസം. അത് തന്നെ, അതാണ് അവർക്കെല്ലാം അവർക്ക് അതാണ്. കുത്തിയാ മതിയല്ലോ, അവർക്കെല്ലാം റെപ്പാട്രിയും ഇതെല്ലാം അവരുടെ ഇതിലാണല്ലോ. പക്ഷെ അവരുടെ എങ്കിലും ബ്രെയിനിലൊന്നും കുറച്ചു പേരൊക്കെ തുടങ്ങുന്നിടം മുതൽ തീരുന്നിടം വരെ ഉണ്ട്. ഇനിയിപ്പോ മോഡറേറ്റ് ചെയ്യാനും ഒക്കെ അവരെയൊക്കെ അങ്ങ് വിളിക്കണം, അവരെല്ലാം അല്ല മുമ്പോട്ട് അല്ല കൊണ്ടുവന്ന് ഡോക്ടറെ, ഉള്ള കാര്യം പറയാം. IFPHന്റെ ഇതിൽ കയറണ്ടെന്ന് പ്രബലമായ സംഘടനകളിലെ പല ആൾക്കാരും സ്റ്റുഡൻസിന് ഇത് ചെയ്തിട്ടുള്ളത് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1-2 സ്റ്റുഡൻസിന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അല്ല അത് IFPHന്റെതല്ലേ അത് എന്നുള്ള രീതിയിലൊക്കെ, അപ്പൊ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം ഓർക്കുക, ദിവസം ഏകദേശം 1000-ഓളം പേര് കയറി നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഓരോ ദിവസം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഏകദേശം 4715 പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവർക്കൊരു കാര്യമുണ്ട്, അവർക്ക് കേറിയില്ലെങ്കിലും വേണ്ടില്ല, ഇതില് കാണാലോ, ഇതില് കാണാലോ യൂട്യൂബിൽ കാണാന്നുള്ളതുകൊണ്ടാണ്. ഡൗൺലോഡ് ചെയ്ത് അവര് കാണുന്നുണ്ട്. അരങ്ങത്ത് വരുന്നില്ലെന്നേ ഉള്ളു, അണിയറയിലുണ്ട്. അതെ, അവരുടെ സമയത്തിന് അവർ കാണുന്നുണ്ട്. ദിവസം 1000-ഓളം പേര് കാണുന്നുണ്ട് കേട്ടോ, ദിവസം 1000-ഓളം പേര്. അതാണ് പറഞ്ഞ, അണിയറയിലുണ്ട് എല്ലാരും. അപ്പോ ഇന്നത്തെ സെഷൻ വളരെ സന്തോഷപൂർവമായ ഒരു ദിവസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാണ്?